ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലേബലിൽ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മുദ്ര കുത്താൻ ഒക്കുകയില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആനീസ് കിച്ചണിൽ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു സ്പോർട്സ് പ്ലെയർ ഒക്കെ വരുന്നത്. അദ്ദേഹത്തെ ശരിക്കും സ്പോർട്സ് പ്ലെയർ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കാൻ ഒക്കുകയില്ല. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, ഒരു നടനാണ്, ഒരു സ്പോർട്സ് പ്ലെയർ ആണ്. ഇതിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഇത് ആരായിരിക്കും വരുന്നതെന്നൊരു ചെറിയ ക്ലൂ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട IM വിജയൻ സാറാണ് ഇവിടെ ഇന്ന് വരാൻ പോകുന്നത്. അദ്ദേഹത്തെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. വിജയൻ ചേട്ടാ, വിജയൻ ചേട്ടാ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ, എന്റെ ആനീസ് കിച്ചൺ ഇത്രയും നാളായിട്ട് നടത്തല്ലേ, ഒരു സ്പോർട്സ് പ്ലെയർ ആദ്യമായിട്ട് എന്റെ ആനീസ് കിച്ചണിൽ വരുന്നത്. എന്റെ ഭാഗ്യം അറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാനുള്ളൊരു അറിവുണ്ടല്ലോ, അറിവ് കിട്ടുമല്ലോ. അതാ എനിക്ക് മാത്രല്ല എത്ര വീട്ടമ്മമാർക്ക് അറിയാന്നറിയോ, ഒരു കുന്തം അറിയാതെ എന്നെ പോലെ ഇരിക്കുന്നത്, അവർക്കൊക്കെ എന്തെല്ലാം അറിവാ കിട്ടുക. അതല്ല എന്താന്നറിയോ അനില, ഞാൻ കാണാറുള്ളതാണ് ഈ പരിപാടി. അപ്പോൾ ഒരു സംസാരമില്ലേ, ഒരു നിഷ്കളങ്കമായ സംസാരമാണ്. ഞാനും വൈഫും കാര്യമായിട്ട് ഇത് സീരിയസ് ആയിട്ട് കേട്ടോ, അപ്പോൾ അതിനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനും വൈഫും പിള്ളേരിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ടൂണാണ്, അത് ആർക്കും കിട്ടിയിട്ടില്ല, അങ്ങനെ ആർക്കും കിട്ടണ്ട. നല്ലൊരു നല്ല രസമുണ്ട്, ഭയങ്കര നല്ലൊരു കാണുമ്പോൾ നമുക്കറിയാം സംസാരമാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഫുട്ബോൾ ശരിക്കും ഇത്രയും പാഷനായത് എങ്ങനെ? കുഞ്ഞുനാളിലായിരിക്കും, സ്കൂളിലായിരിക്കും, പക്ഷെ എന്നാലും അല്ല, എനിക്ക് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കോലുത്തുംപാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ, എൻ്റെ വീട് ഇവിടെ ഫുട്ബോൾ സ്റ്റേഡിയം. ഷാജേട്ടനൊക്കെ വന്ന് വന്ന് കളിച്ചത്. അപ്പോൾ അതിൻ്റെ താഴത്താണ് വീട്. അവിടെ ഫുട്ബോൾ മാത്രമാണ് അറിയുള്ളൂ. നമ്മുടെ കസിൻസൊക്കെ ഫുട്ബോൾ കളിക്കണേ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ അവിടെ കളിച്ച് പിന്നെ കളി കാണാൻ പോവും. പിന്നെ പന്ത് എടുത്ത് കൊടുക്കാൻ മറ്റേ നല്ല നല്ല ടീംസ് വരും. അപ്പോൾ അവരുടെ ബോൾ എടുത്ത് കൊടുക്കാൻ പോയി അവിടെ കളിച്ച് ഫുട്ബോൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫുട്ബോൾ ഇങ്ങനെ കളിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിലെ. ഫുട്ബോള് ഭയങ്കര ക്രേസ് ആണ്. ഫുട്ബോൾ മാത്രമേ കളിക്കാൻ അറിയുള്ളൂ അവിടെ. പിന്നെ ഫുട്ബോളാണ് മെയിൻ ആയിട്ട് തൃശ്ശൂർ ഞങ്ങളുടെ അതാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്പോർട്സ്. അതെ. ഓ അല്ല, ബാക്കി ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഇപ്പൊ പറഞ്ഞ ഉടനെ ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഹോക്കിയൊക്കെ റെയർ ആണ് കുട്ടികൾ കളിക്കുന്ന കാണുന്നത്. പിന്നെ ഉള്ളത് ഈ ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ എന്നാ ക്രേസ് അല്ലേ പിള്ളേർക്ക്. നമ്മുടെ കേരളത്തിൽ ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ് ശരിക്കും, ഭയങ്കര. അതിന്റെ ജേഴ്സി ഒക്കെ ഇട്ടേച്ച് ഇവിടെ കളിയൊക്കെ കാണാനേ പിള്ളേരൊക്കെ ഇറങ്ങുന്ന ഒരു ടിവിയുടെ മൂട്ടിലൊക്കെ ഇരിക്കുന്ന കാണണം. എന്നെ ആവേശം, അവര് കളിക്കുന്ന കൂട്ടുള്ള ആവേശം. ഫുട്ബോൾ ഇപ്പൊ ഭയങ്കര ഡെവലപ്പ് ചെയ്തു വരില്ലേ. അതുകൊണ്ട് കാരണം ഈ ISL ഒക്കെ വന്ന നേരം ആദ്യം നമ്മളുടെ അവിടെ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് പുറത്തുള്ളവർക്ക് അറിയണ്ടായിരുന്നില്ല. പുറത്തുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യയിൽ കുറച്ച് ഏഷ്യയിൽ അങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷേ ഈ ISL വന്നതോടുകൂടി ഓൾ വേൾഡ് അറിഞ്ഞു തുടങ്ങി. കാരണം വേൾഡിലുള്ള നല്ല നല്ല പ്ലേയേഴ്സ് കളി നിർത്തിയിട്ടാണ് അവർ വരുന്നത് ഇവിടെ കളിക്കാൻ. എന്നാലും അവരൊക്കെ നമ്മൾ TV കണ്ട് ആരാധിച്ചിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വന്ന് ഇന്ത്യയിൽ കളിക്കുന്നു പറയുമ്പോൾ, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കുന്നു പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമല്ല അതൊക്കെ. സത്യം ചേട്ടാ. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്പോർട്സ് തന്നെ, ഇപ്പൊ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏതായാലും എടുത്തോ, നമ്മുടെ മലയാളികൾക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ എത്താൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഫുട്ബോൾ ഇപ്പൊ ഭയങ്കര പൈസയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നമ്മളവിടെ ചിന്തിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ ചിന്തിക്കാൻ പറ്റില്ല. ക്രിക്കറ്റ് എല്ലാവരിലുള്ള. പിന്നെ ഫുട്ബോള് ഇപ്പോ നമ്മളെ കളിക്കുന്ന സമയത്ത് പൈസ കുറവാണ്, പക്ഷെ ആ സമയത്ത് നല്ല പൈസയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ പൈസയാണ്. ഇപ്പോൾ പൈസയുണ്ട്, ഫെയിമാണ്. കാരണം സ്റ്റാർ സ്പോർട്സ് വേൾഡ് കംപ്ലീറ്റ് കാണല്ലേ, അങ്ങനെ ഭയങ്കര വ്യത്യാസമായി. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരു ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ അവർ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ പേര് പുറത്തു വന്ന് കളിക്കുന്നവരൊക്കെ, പുറത്തു പോയി കളിക്കുന്നവരുണ്ട് നമ്മുടെ. ആദ്യം അങ്ങനെ സുനിൽ ഛത്രി, ബൈജു മുട്ടിയ, അങ്ങനെ 1-2 പേരൊക്കെ പോയി. ഇപ്പൊ കുറെ പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് പ്ലെയർ ആവണം, നല്ല ബെസ്റ്റ് പ്ലെയർ അയച്ചാൽ എന്തായാലും അവർ കൊണ്ടുപോകും. അല്ലാതെ നമ്മളെ മാറ്റി നിർത്തലില്ല. അങ്ങനൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ആലോചിച്ചു, നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മുന്നോട്ട് പോവാനായിട്ടില്ലേ. നമുക്ക് പുറേ ആരെങ്കിലും ഇങ്ങനെ തള്ളി വിട്ടാലല്ലേ നമുക്ക് അത് എല്ലാ ഇതിലും അങ്ങനെയാണല്ലോ, കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും. ബെസ്റ്റ് ഒരു ഫാൻ ഏത് പ്ലെയർ? എന്റെ ഫുട്ബോൾ പ്ലെയർ ഞാൻ മറഡോണ ഫാനാണ്.
മറഡോണ ഫാൻ. അപ്പൊ അദ്ദേഹം ചേട്ടന്റെ സമയത്തൊക്കെ അദ്ദേഹം കളിക്കുമ്പോഴൊക്കെ ആളുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ട പെലെ ഇത് കിങ് ആണ്. പെലയുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ടില്ല, പക്ഷെ കിങ് ആണ് ഫുട്ബോളിലെ കിങ് എന്ന് പറഞ്ഞാൽ കിങ് പെലെ എന്നാ പറയാ. അപ്പൊ ആളെ ആരാധിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ മറഡോണോന്റെ കളി നമ്മൾ ലൈവായിട്ട് TV-യിൽ കണ്ടത് വേൾഡ് കപ്പ് ഒക്കെ. അങ്ങനെയുള്ളൊരു ആളോടുള്ളൊരു സ്നേഹം കൊണ്ട് തന്നെ അർജന്റീന സപ്പോർട്ടർ ആയത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് കളിക്കാൻ പറ്റി. അതാണ് കളിക്കാൻ പറ്റിയത് 2-3-4-5 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിനോട് കളിക്കാന്ന് പറഞ്ഞാൽ ചേട്ടാ നമുക്കൊക്കെ ശരിക്കും ഒരു. ഞാനൊരു ഫംഗ്ഷനിൽ അങ്ങനെ ഒരു പരിപാടിക്ക് കണ്ണൂർ വന്നപ്പോൾ സ്റ്റേജിൽ ഒരുമിച്ച് ഇങ്ങനെ പന്ത് കളിക്കാൻ പറ്റിയതെന്ന് കേരളം മൊത്തം അറിയാതെ, പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അത്ര ആരാധിക്കുന്ന ഒരാളെ നല്ല ലോകത്തിലെല്ലാരും ആരാധിക്കുന്നുണ്ട്. ഒന്ന് അയ്യാൻ വരെ പറ്റി എനിക്ക്, അതന്നെ വലിയൊരു. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ ഫസ്റ്റ് കണ്ടപ്പോ ഉണ്ടായ ഒരു നമ്മുടെ ഒരു മനുഷ്യരല്ലേ ആ ഒരു എക്സ്പീരിയൻസ്. അതല്ലേ ഏറ്റവും വലിയ വിറ്റ് വെച്ചാൽ അതിന്റെ തലേദിവസം ഒന്ന് കാണാൻ പോയി ഞങ്ങള് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഭയങ്കര തിരക്കാണ്. എന്നാലും പോയി അവിടെ വേറെ റൂമിലിരുന്നു. വരുന്നുണ്ട് 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വന്നില്ല. ആള് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നില്ല, കാണാൻ പറ്റില്ല. പിറ്റേ ദിവസമാണ് ദൈവം ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഒപ്പം കളിക്കാനൊരു ചാൻസ് കിട്ടി. അത് വലിയൊരു ഭാഗ്യം. കളിക്കാൻ മറന്നു പോയില്ലല്ലോ. അല്ല ചിലപ്പോ അത് മറന്നു പോകും. നമുക്ക് ആരാധന നമ്മൾ കാണുന്ന ഒരു വ്യക്തി, നമ്മൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ കോൺസെൻട്രേഷൻ ഒക്കെ മാറി പോകുന്നത്. അല്ല ഏട്ടനൊക്കെ എപ്പോഴും പറയും അദ്ദേഹത്തിന്റെ കിക്കൊക്കെ ഭയങ്കര എന്താ പറയാ കണ്ണിങ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടാണ്, പിടിക്കാനേ പറ്റില്ല എന്ന് പറയും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ചേട്ടൻ ഇങ്ങനെ നമ്മളിലേക്ക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഐ മീൻ ഫുട്ബോൾ കളിക്കുന്നതില് അതെന്തായാലും ആക്കാൻ നോക്കിയാൽ നടക്കൂല. ഇല്ലല്ലേ? ഇപ്പൊ നമ്മുടെ കളിയിൽ അർജന്റീനയാണോ ബ്രസീലാണോ ഏറ്റവും നല്ലത്? രണ്ടും കട്ടക്ക. വേൾഡിലെ രണ്ടും ടീമും. പിന്നെ അർജന്റീനയും ബ്രസീലും എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്ത് അവിടെ കാണാൻ പറഞ്ഞ ആരാധകരാണ് കേരളത്തില്. ഈ മലബാർ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കംപ്ലീറ്റ് ഫ്ലാഗ് അർജന്റീനയും ബ്രസീലിന്റെ ഫ്ലാഗുകൾ മാത്രം ഉണ്ടാവും വേൾഡ് കപ്പിന്. ഭയങ്കര കട്ട ഫാൻസ് ആണ് നമ്മുടെ അവിടെ. സത്യം, ശരിക്കും അതൊരു ആവേശമല്ലേ ഈ ഫുട്ബോൾ വരുമ്പോ? ഭയങ്കര ആവേശം. അതാണ് സത്യം. ചേട്ടാ അതേപോലെ സന്തോഷ് ട്രോഫിയിലെ ഫസ്റ്റ് ചേട്ടൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തിനെ ജയിപ്പിച്ചു. സെക്കൻഡ് തീരുമാനം മാറ്റി ഇല്ലേ? ബംഗാളിന് വേണ്ടി കളിച്ചിട്ട് കേരളത്തെ തോപ്പിച്ചു. അതെന്നെ ഏർപ്പാടാ? അതല്ല, ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ ജോയിൻ ചെയ്തു. 18 വയസ്സിൽ ജോയിൻ ചെയ്തതാണ് പോലീസിൽ. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ വയസ്സെല്ലാം കൊല്ലത്ത് സന്തോഷ് ട്രോഫി കളിച്ചു. അത് കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം കേരള ടീമിന് കളിച്ചിട്ട് 91-ലാണ് ഞാൻ കൽക്കട്ടയിൽ പോണത്. കൽക്കട്ട പോയിട്ട് അവിടുന്ന് നമുക്ക് ഭയങ്കര ഗ്രേറ്റ് പ്ലെയേഴ്സാണ് അവിടെ കളിക്കുന്നത്. മറ്റേ ചീമോക്കേരി കൽക്കട്ടയിലൊക്കെ കളിക്കുന്നത്, കൃഷ്ണാനൂടെ, ബികാസ് പാഞ്ഞ. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അറിയില്ല, അന്നത്തെ പുലികളാണ്. ഒരു ബംഗാൾ ടീമിനെ കൊണ്ട് ഞങ്ങൾ സന്തോഷ് ട്രോഫി കളിക്കാൻ കോയമ്പത്തൂർ വന്നു. അപ്പോൾ ഞാൻ ബംഗാൾ ടീമിൽ കേരള ടീമിൻ്റെ എതിരെ സെമി ഫൈനലിൽ കളി ഡ്രോ ആയി, പെനാൽറ്റി അടിച്ചു. അപ്പോൾ ഞാനും പോയിട്ട് പെനാൽറ്റി അടിച്ചാൽ മിസ്സായി. കേരള ടീം ജയിച്ചു, ഞങ്ങൾ ബംഗാൾ ടീം തോറ്റു. ഞാൻ ബംഗാൾ ടീമിൽ എൻ്റെ പെനാൽറ്റിയിലാണ്. കേരളക്കാർ അപ്പുറത്ത് പോയതുകൊണ്ട് മറുകണ്ഠം ചാടിയ പോലെ ആയി പോയി. അത് മോശമായി പോയി. തോക്കട്ടെ. എന്നിട്ട് പിന്നെ പോയി വീണ്ടും തിരിച്ചു വന്നു. 93-ൽ സന്തോഷ് ട്രോഫി വിൻ ചെയ്തു. കേരള ടീമിന് ഞാൻ തന്നെ കളിക്കുമ്പോൾ കുര്യേഷ് സാറ് ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾ വിൻ ചെയ്തു. വീണ്ടും ഞാൻ തിരിച്ച് കൽക്കട്ടയിൽ പോയി. തിരിച്ച് വീണ്ടും ബംഗാളായിട്ട് ഫൈനലിൽ കളിച്ചു. അപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ചു കൊടുത്തു. ബംഗാളിൽ കേരളത്തെ അടിച്ചു. അന്ന് ഞാൻ ഗോൾ അടിച്ചു. കളി അന്ന് ഒന്നുമല്ല കേട്ടോ, കയ്യിൽ പൈസ ഇല്ലായിരുന്നില്ല, വീട് വയ്ക്കാറുണ്ടായില്ല, വീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. എന്നെ അപ്പോൾ ഇവിടെ കൊണ്ടിരുത്താനും കേരള പോലീസാണ്. അപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് അപ്പുറം പോയത്. അന്ന് അവിടെ പ്രൊഫഷണൽ നമ്മുടെ അവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. അന്ന് അവിടെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു. അവിടെ നല്ല പൈസ കിട്ടുമായിരുന്നു കളിക്കുമ്പോൾ. ആ പൈസ കിട്ടുകൊണ്ട് അങ്ങനെ വീടൊക്കെ വെച്ച് തന്നെ അതിനു വേണ്ടിയാണ് പോയത്. അല്ലാണ്ട് കേരളത്തിനോട് ഇഷ്ടമില്ലാണ്ടോ. നമ്മുടെ ആവശ്യങ്ങൾ നേടണം അല്ലേ, നമുക്ക് നടക്കണം. അല്ല, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലല്ലേ ഒരു വീട് വേണം എന്നുള്ളൊരു, അല്ലാതെ ഇങ്ങനെ പലയിടത്ത് കയറി ഓടി നടക്കുന്നതിനെക്കാട്ടിലും നല്ലത്
നമ്മുടെ ഒരു കൂരയ്ക്കകത്ത് ഒരു മുറിയോ ഉള്ളെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഏറ്റവും നല്ലത്. ചേട്ടാ ഇപ്പൊ മെർഡോണയുടെ കാര്യം നമ്മൾ പറയുന്നത് പുള്ളി ഭയങ്കര കണ്ണിങ് ആണ് ഓരോ ഗോൾ ചെയ്യുമ്പോഴും. അതേപോലെ ചേട്ടൻ കളിക്കുമ്പോഴും ഉണ്ട് ഒരു സിസർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ ഒരു ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഇവിടെ കാലിക്കറ്റ് വെച്ചിട്ട് ഞാൻ JCD ടീമിനെ കളിക്കും, പഞ്ചാബ് ടീമിനെ കളിക്കുന്നത്, JCD മീൻസ് പക്വാരൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഒരു പെയർലെസ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യ ടീമായിട്ടായിരുന്നു ഫൈനൽ. കാലിക്കറ്റ് ആയിരുന്നു അമ്പൻ ജനാണ് നടക്കുന്നത്. കാലിക്കറ്റ് ആയിരുന്നു അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രാന്തല്ലേ, അമ്പൻ ജനായിരുന്നു. പക്ഷെ ആ ഒരു ഗോളിനെ ജയിച്ചത്. അത് തജിന്ദർ ഇങ്ങനെ ക്രോസ് ചെയ്തു, വേറെ ഓപ്ഷനൊന്നും ഇല്ല അടിക്കാൻ, വെറുതെ ഒന്ന് ട്രൈ ചെയ്തു, ഗോളായി. പക്ഷെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഗോളിനാണ് ജയിച്ചത്. അത് ഫൈനലിൽ പുറത്തോട്ട് ഇങ്ങനെ ബാക്ക് സിസർ അടിച്ച് കുറെ ഗോൾ അടിച്ചിട്ടുണ്ട് കൽക്കട്ടയിൽ. പക്ഷെ ഇവിടെ കേരളത്തിൽ ആ ഒരു ഗോളിന് ജയിക്കുന്നു. ഇത്രയും വലിയ ഫേമസ് ആയ ടൂർണമെന്റ്, പക്ഷെ അതൊരു ഭാഗ്യം കൊണ്ട് ആയി പോകണമെന്ന് പറയുമ്പോൾ